ഹലോ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഞാൻ കഴിഞ്ഞ ദിവസം മേലേക്ക് ട്രിപ്പ് പോയായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ്. അപ്പം ഞങ്ങൾ തന്നെ ഇൻസ്റ്റയിലെ റീൽസ് എല്ലാം നോക്കി അതൊക്കെ സെലക്ട് ചെയ്താണ് നമ്മൾ ഐറ്റിനറി പ്ലാൻ ചെയ്തത്. ഈ ഒരു ഐറ്റിനറി എന്ന് പറഞ്ഞാൽ 8 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ട എല്ലാ സ്ഥലങ്ങളും റീൽസിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അതിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പോയ സ്ഥലങ്ങളുടെ എല്ലാ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ നേരെ കൊച്ചിയിൽ നിന്ന് നേരെ ഗുവാഹട്ടിയിലേക്ക് ഫ്ലൈറ്റ് കയറി ഇറങ്ങി. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഫ്ലൈറ്റിന് ചാർജ് ഒരാൾക്ക് ഒരു 15 രൂപയുടെ താഴെയാണ് വരുന്നുള്ളത്. നേരത്തെ പറഞ്ഞായിരുന്നു ഞങ്ങൾ റീൽസൊക്കെ നോക്കിയാണ് ഈ ഐറ്റിനറി പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ഈ ഐറ്റിനറി ഒരു ടൂർ കമ്പനിക്ക് കൊടുത്തായിരുന്നു. അപ്പം അവരാണ് ഞങ്ങളുടെ ട്രാവലിങ്ങും സ്റ്റേക്കുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അകത്തേക്ക് ഏകദേശം ഒരു 90K ആയി. ഗുവാഹട്ടിയിൽ നിന്ന് ഷിലോങ്ങിലേക്ക് ഏകദേശം ഒരു 2 to 3 hours ജേർണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഈ ഉമയം ലേക്കാണ്. ഒരു വലിയ ലേക്കാട്ടോ ആക്ച്വലി. ഈ ഉമയം ലേക്കിലേക്കുള്ള ഒരാളുടെ എൻട്രി എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീയും ഉണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാം, സ്വിം ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, സ്പീഡ് ബോട്ടിൽ പോവാം, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വന്നിറങ്ങി ആദ്യം കണ്ട സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കൊരു മേഘാലയ വൈബ് കിട്ടിയില്ല. കുറച്ച് നിരാശനായി ഞങ്ങളുടെ മനസ്സിൽ വാട്ടർഫാൾസും മലയും കുന്നും ഒക്കെയുള്ള ഒരു മേഘാലയാണ്. പക്ഷേ ഈ ബോറിംഗ് കഥ കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നെയാണ് ശരിക്കുള്ള മേഘാലയയുടെ കാഴ്ചയും അഡ്വഞ്ചറസും തുടങ്ങാൻ പോകുന്നത്. അതിന് മുമ്പുള്ളൊരു നിരാശ മാത്രമാണിത്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഉമങ്ങിലേക്ക് കാണാൻ മോശമാണെന്നല്ല കേട്ടോ. നല്ല ഭംഗിയാണ് അതിന് മുകളിൽ നിന്നൊക്കെ കാണാൻ. നല്ല ഒരുപാട് നേരം നോക്കി നിൽക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉമങ്ങിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറും കൊണ്ട് നമ്മൾ ഷില്ലോങ്ങിലെത്തി. അവിടെ ഒരു 4 ഞങ്ങളെത്തി. അപ്പോഴേക്കും അവിടെ ഇരുട്ടി തുടങ്ങി. ഇവിടെ എങ്ങനെയാണ്, നേരത്തെ തന്നെ ഇരുട്ടും. ഞങ്ങളങ്ങനെ പോലീസ് ബസാറിലേക്ക് പോയി. അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി എല്ലാം കണ്ട് അങ്ങനെ അവിടെ കുറച്ച് സമയം കളഞ്ഞു. നൈറ്റൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊരു ഷില്ലോങ്ങിലൊരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് തേജാവു എന്നാണ്. അവിടുത്തെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പം ഞങ്ങൾ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു. പക്ഷേ ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ പോർഷൻ എടുത്താൽ തന്നെ ഒരു 3 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി അവർ തരും കേട്ടോ. നെക്സ്റ്റ് ദിവസം ഞങ്ങളുടെ ശരിക്കുള്ള ഐറ്റിനറി ഞങ്ങൾ തുടങ്ങി. അപ്പം ആദ്യം കാണാൻ പോയത് മാലിൻ പെനയിലെ സ്പ്ലിറ്റ് റോക്കാണ് കേട്ടോ. This split was happened during the heavy earthquake in Meghalaya in the 1897, right? Okay. So inside this rock, like there was a trail, like it's a 400-meter trail. Like we'll start from there, like the starting point is from there, and then the quick point is on that side. Like it's a one-way trek, so it will take around 30 to 40 minutes to complete this trek. Right? Okay. So inside this, like there are wooden ladder, so you have to go through the ladder, like up down through the ladder. Right. So like if you need help, you can ask us the guide. Okay. Yeah, definitely. ഈ ഒരു 2 ചങ്ങാതിമാരായിട്ടാണ് നമുക്ക് ഗൈഡായിട്ട് വരുന്നത്. അപ്പം അവർ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1897 എർത്ത് കാരണമാണ് ഇങ്ങനെയൊരു സ്പ്ലിറ്റ് റോക്ക് ഉണ്ടായതും. അതുപോലെ തന്നെ ഇതിലൂടെ ഈ ട്രെയിനിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ ഏകദേശം ഒരു 45 മിനിറ്റ് എടുക്കുമെന്നാണ് അവർ പറയുന്നത്. സോ ഇവിടെ നമ്മുടെ അഡ്വഞ്ചറസ് ജേർണി ആരംഭിക്കുകയാണ്. ഈ വഴി കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. ഇത് നേരെ ഒരു പാതാളത്തിലേക്ക് പോകുന്ന ഒരു ലുക്കും ഫീലൊക്കെ കേട്ടോ. ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ബോർഡിൽ റെസ്ട്രിക്ഷൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. എൻട്രി ഫീ ഒരു 100 എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ചെറിയ പ്രായം കൊച്ചുങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വയസ്സായവർക്കൊക്കെ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേച്ചർ ലവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഫോട്ടോഗ്രാഫി ഒക്കെ ആഗ്രഹിക്കുന്നവരും എടുക്കാൻ ആഗ്രഹിക്കുന്നവരും കുറച്ച് അഡ്രിനാലിൻ റഷ് വേണ്ടവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ. എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പ്ലിറ്റ് റോക്ക് ഉണ്ടല്ലേ, ആ ഒരു ട്രെയില്. അപ്പം ഈ ഒരു 1897 എർത്ത് ഉണ്ടായതാണിത്. അപ്പം ഇതുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിത് ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കണ്ട് ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി. ഇതുപോലത്തെ കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ അതിങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇവരത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇതിന് തികച്ചും ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ എന്നാ പറയുക, അതൊന്നും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു സ്പ്ലിറ്റ്
കേവിൽ ട്രെയിലൂടെ നടന്നപ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വാട്ടർ ട്രക്കിംഗ് കേട്ടോ. ഈ വാട്ടർ ട്രക്കിംഗ് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കോട്ടെ ഈ പേര്, ഇങ്ങനെ സംഭവം ഇതുവരെ ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളീ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ വാട്ടർ ക്യാനലിലേക്ക് കേട്ടോ. അതിൻ്റെ ട്രയൽസിലൂടെ ആയിരിക്കും നമ്മൾ വാട്ടർ ട്രക്കിംഗ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൈസ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര ഹൈപ്പിലിരിക്കുകയാണ്. ഈ ജാക്കറ്റും ഈ കാണുന്ന ഷൂസെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്താൽ കേട്ടോ. അപ്പം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിനൊക്കെ ക്യാഷ് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാവരും റെഡിയായി നമ്മൾ പയ്യെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയൊരു കുറച്ചൊന്ന് കൂളായി കഴിഞ്ഞിട്ടാണ് ബാക്കി ആക്ടിവിറ്റീസ്. ഇതിലെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലിഫ് ജമ്പിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ 12 ഫീറ്റ് ക്ലിഫ് ജമ്പിങ്ങും പിന്നെ ഒരു 30 ഫീറ്റ് ക്ലിഫ് ജമ്പിങ്ങുമാണ്. അപ്പം ആദ്യം നീന്തൽ അറിയാവുന്നതിനടുത്ത് ചാടി, പിന്നെ ബാക്കിയുള്ളവർ അയാൾ വീഴുന്ന കണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള 2 പേരും പിന്നെ ചാടി. അവസാനം ഞാനും ചാടി. കാണുമ്പോൾ ഭയങ്കര ഈസിയാണ് തോന്നുമെങ്കിലും അവിടെ കയറി നിൽക്കുമ്പോൾ മോനെ പേടി തോന്നും കേട്ടോ. പിന്നെ 2ഉം കൽപ്പിച്ചങ്ങ് ചാടുക, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ ക്ലിഫ് ജമ്പിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നീന്തി വാട്ടർ ട്രക്കിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നടന്നു കേട്ടോ. അപ്പം ഒരു രക്ഷയില്ലാത്ത സ്ഥലം, അതായത് നമ്മളൊരു ഫോൺ ഓൺ ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ക്ലിക്ക് ചെയ്ത ഇമേജ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലം ഇത് കണ്ടോ. ഇതൊരു നാച്ചുറലായിട്ടുള്ള സ്ലൈഡാട്ടോ. അപ്പം ഗൈഡ്സ് നമ്മൾ പ്രത്യേകം ഒരു പൊസിഷനിൽ, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, ഫ്രണ്ടിലേക്ക് കുനിയണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ സ്ലൈഡ് ചെയ്യിക്കുന്നത്. അത് കുറച്ചും കൂടെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നമ്മൾ സ്ലൈഡ് ചെയ്യിക്കുന്നത്. കാരണം ഇൻ കേസ് നമ്മൾ ചുമ്മാ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തലയൊക്കെ പാറയിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അവരത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ യൂത്തായിട്ടുള്ള പിള്ളേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അത്ര വശമില്ല. ഇവർക്ക് മെയിനായിട്ട് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജായ കാസിയാണ് അറിയാവുന്നത്. അത് കഴിഞ്ഞാൽ അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു ഗ്യാങ്ങൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ, അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ വാട്ടർ ക്യാൻ. ഈ ഒരു കുഴി കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് കുഴി നമ്മൾ ഈ നടക്കുന്ന നമ്മുടെ ഈ പാതയിലുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കാലം അതിനകത്ത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഗൈഡ്സ് ഉള്ളത് കൊണ്ട് അവർ കറക്റ്റ് പറഞ്ഞുതരും എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊക്കെ. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മളടുത്ത് കളിച്ചു രസിച്ചു, അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്നത് സെക്കൻഡ് സ്ലൈഡാട്ടോ, കുറച്ചുകൂടെ ആദ്യത്തിനെങ്കിലും കുറച്ചുകൂടെ വലുത്. അതും അവർ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്ത് നമ്മുടെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇരുത്തിയാണ് നമ്മളെ സ്ലൈഡ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ വാട്ടർ ക്യാനിൻ്റെ ശരിക്കുള്ളൊരു സ്ട്രക്ചർ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഈ ഒരു ട്രെയിലിലൂടെയാണ് ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ട്രെയിൽ. ഈ കാണുന്നതാണ് നെക്സ്റ്റ് ക്ലിഫ്, അതായത് ഏകദേശം ഒരു 30 ഫീറ്റ് ഉയരമുണ്ട്. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പം അതിൻ്റെ ഇരട്ടി കൂടുതൽ പൊക്കമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കയറി നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് നോക്കിയാൽ പേടിയാവും, പിന്നെ ചാടാനുള്ള ധൈര്യമൊക്കെ പോവും. കയറിക്കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ചാടിക്കോളുക, അതാണ് ചാടാനുള്ള ഒരു വഴി. ഈ ഒരു 30 ഫീറ്റുള്ള ഒരു ക്ലിഫ് ജമ്പിങ് ഓപ്ഷണലാണ്, അത് വേണ്ടവർക്ക് മാത്രം ചാടിയാൽ മതി. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് കയറിപ്പോന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ തന്നെയുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇപ്പം മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയിട്ടുള്ളൂ, ഇനിയാണ് ശരിക്കുള്ള വെടിക്കെട്ട്. അപ്പം അതിനുവേണ്ടി സ്റ്റേ സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.